അങ്ങനെ നമ്മുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. സുഖിയൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ആദ്യം നമുക്ക് ചെറുപയർ നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു കുക്കറിലേക്ക് മാറ്റാം. ചെറുപയർ നമ്മൾ നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു കുക്കറിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുപയർ അളന്നെടുത്ത അതേ അളവ് പാത്രത്തിൽ കൃത്യം 1.5 അളവ് വെള്ളം ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് 5 വിസിലടിക്കുന്നത് വരെ നന്നായി വേവിച്ചെടുക്കാം. ആ സമയത്ത് സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ട ഒരു കോട്ടിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് അളവ് പാത്രം നന്നായി തട്ടി നിറച്ച് ഒരളവ് മൈദ എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. സുഖിയൻ്റെ കോട്ടിങ്ങിന് ചെറിയൊരു മധുരം കിട്ടാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. കോട്ടിങ്ങിന് ചെറിയൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത നൈസ് അരിപ്പൊടി ചേർക്കാം. കോട്ടിങ് ചെറുതായി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ചെറുതായത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ അളവ് പാത്രത്തിൽ 1.25 അളവ് വെള്ളം കുറേശ്ശെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടയുണ്ടെങ്കിൽ അത് നന്നായി ഉടച്ചു കൊടുത്ത ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വയ്ക്കാം. ആ സമയത്ത് ചെറുപയറിൽ ചേർക്കാൻ ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അളവ് പാത്രത്തിൽ 3/4 അളവ് ശർക്കര പൊടിച്ചത് ചേർക്കാം. ഇതിലേക്ക് അളവ് പാത്രത്തിൽ 1/4 അളവ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഉരുക്കിയെടുക്കാം. ആ സമയത്ത് സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ട അല്പം തേങ്ങ ചിരവിയെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ 1 മുറി തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട്. ഇത് അളവ് പാത്രത്തിൽ 1 പാത്രം ഉണ്ടാകും. ഇനി നമുക്ക് സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ട അല്പം ജീരകവും ഏലക്കയും പൊടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 ഏലക്കയുടെ കുരു, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ ചേർക്കാം. ഇനി നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാം. എല്ലാം നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക, ജീരകം എന്നിവ ചേർക്കാം. എല്ലാം കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഉരുട്ടിയെടുക്കാൻ പാകത്തിലാണ് ഇത് നമുക്ക് വേണ്ടത്. അഥവാ വെള്ളമയം കൂടുതലുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് അവൽ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ള അവൽ കുറേശ്ശെയായി ചേർത്ത് നോക്കുന്നുണ്ട്. നമുക്കിത് ഒന്നുകൂടി കുഴച്ച് നോക്കാം. കുഴച്ച് നോക്കിയ ശേഷം ആവശ്യമാണെങ്കിൽ അവൽ വീണ്ടും ചേർക്കാം. ഞാനിവിടെ ബാക്കിയുള്ള അവൽ മൊത്തത്തിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുപയർ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് തുല്യ വലിപ്പമുള്ള ഉരുളകളാക്കി മാറ്റാം. ഞാനിവിടെ കയ്യിലൊതുക്കുന്ന വലിയ ഉരുളയാണ് ആക്കിയിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഉരുളയാക്കാം. എല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഒരേപോലെ നന്നായി വെന്തുടയുന്ന ചെറുപയറാണ് സുഖിയൻ ഉണ്ടാക്കാൻ നല്ലത്. ഏത് അളവ് പാത്രത്തിൽ നമുക്ക് ചെറുപയർ അളന്നെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള ചേരുവകൾ അളന്നെടുക്കുമ്പോൾ അതേ അളവ് പാത്രം ഉപയോഗിക്കണമെന്ന് മാത്രം. കുക്കറിൽ വേവിക്കുന്നതിന് മുന്നേ ചെറുപയർ കഴുകി ഉണക്കി ഈ കുക്കറിൽ തന്നെ വെള്ളമൊഴിക്കാതെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ചെറുപയറിൻ്റെ പച്ചമണം മാറിക്കിട്ടും. ചെറുപയർ കഴുകിയ ശേഷം ഒട്ടും കുതിരാൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ചെറുപയർ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൃത്യമാവാൻ ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് സുഖിയൻ നന്നായി ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. വെള്ളം കുറഞ്ഞു പോയാൽ ചെറുപയർ ശരിയായി വെന്ത് കിട്ടില്ല. ചെറുപയർ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ 1 വിസിലടിച്ച ശേഷം തീ വളരെ കുറച്ച് വയ്ക്കണം. എന്നാൽ മാത്രമേ ചെറുപയർ നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. ഈ വലിപ്പമുള്ള 2 ആണി ശർക്കരയാണ് നമ്മൾ ഉരുക്കിയെടുത്തത്. ഉരുക്കുമ്പോൾ വെള്ളത്തിൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടാനും ഒരളവ് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് നമ്മളിത് പൊടിച്ച് ചേർത്തത്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ശർക്കരയുടെ അളവ് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. തേങ്ങ ചിരവി ചേർക്കുന്നതിന് പകരം കൊത്തുകളായിട്ടും ചേർക്കാവുന്നതാണ്. തേങ്ങ ചേർക്കാതെയും നമുക്ക് സുഖിയൻ ഉണ്ടാക്കാവുന്നതാണ്. ഏലക്കയും ജീരകവും നന്നായി പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്തത്. മിക്സിയുടെ ജാറിലെ ബ്ലേഡ് ഇതുപോലെ അടിഭാഗം നന്നായി ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതിനു പകരം ഏലക്കയും ജീരകവും വേറെ പൊടിച്ച് ചേർത്താലും മതിയാകും. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം കൃത്യമായി ചേർത്താൽ ചെറുപയർ ഇതുപോലെ ഒട്ടും വെള്ളമയമില്ലാതെ നന്നായി വെന്ത് കിട്ടും. ശർക്കര ഉരുക്കി ചേർക്കുന്നതിന് പകരം
മണ്ണ് കടിക്കാത്ത ശർക്കരയാണെങ്കിൽ ചീകി ചേർക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിലിൻ്റെ ഉപയോഗം ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തും നമുക്ക് സുഖിയൻ ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ കട്ടിയിൽ നാട പോലെ വീഴുന്ന പരുവത്തിലാണ് മാവ് നമുക്ക് വേണ്ടത്. കട്ടി കൂടുതലാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മാവ് ലൂസാണെങ്കിൽ മൈദയോ അരിപ്പൊടിയോ ചേർത്ത് കട്ടിയാക്കാം. ഇനി നമുക്ക് സുഖിയൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു ചട്ടിയിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുത്ത് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഓരോ ഉരുളകളെടുത്ത് മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. സുഖിയൻ്റെ പുറം ഭാഗം മാത്രം ഫ്രൈ ആയാൽ മതിയാവും. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. കുറഞ്ഞ എണ്ണയിൽ തിരിച്ചും മറിച്ചും ഇട്ടും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. രണ്ട് ഭാഗവും ഫ്രൈ ആയാൽ നമുക്കിത് കോരി മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.